Hello, good afternoon. Good afternoon, teacher. Jinu ഇല്ലേ അവിടെ? ഉണ്ട് സർ. ഓക്കെ. അപ്പൊ ഇല്ലേ, ഇന്ന് നമ്മള് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂൾസിലെ ചാപ്റ്റേഴ്സ് ഒക്കെ തീർന്ന് നമ്മളതിന്റെ റിവിഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു ടീച്ചർ ഉണ്ട്. അപ്പൊ ടീച്ചർ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ടീച്ചറിന്റെ ഒരു ക്ലാസ് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് കാരണം. അപ്പൊ നിങ്ങൾക്ക് ഒരു പുതിയ ടീച്ചറിനെ പരിചയപ്പെടാം. പേരൊക്കെ നിങ്ങൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കോ. അപ്പൊ ഒരു ചാപ്റ്റർ ആണ് ടീച്ചർ ഒന്ന് എടുക്കണ ഫ്രണ്ട് ഓഫീസ്. ആ ഒരു തീർന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് അതിനകത്ത് ഉണ്ടെങ്കിൽ ടീച്ചർ തന്നെ ക്ലിയർ ചെയ്തിരും. ടീച്ചറിന്റെ ഒരു ക്ലാസ് ആണ് കേട്ടോ ഇന്ന്. എന്റെ ക്ലാസ് ആയിരുന്നു, പക്ഷെ ഒരു പുതിയ ടീച്ചറാണ്. അടുത്ത മൊഡ്യൂളുകൾ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ടീച്ചർ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ടീച്ചർ ഇന്ന് കയറുന്നത് കേട്ടാ. അപ്പൊ ടീച്ചർ ക്ലാസ് എടുക്കുന്നതായിരിക്കും. എന്റെ ക്ലാസ് ആണെന്ന് അറിയാം നിങ്ങൾക്ക് അല്ലേ. അപ്പൊ പകരം ടീച്ചറാണ് ഇന്ന് കയറണേ. അപ്പൊ എടുത്തു കഴിഞ്ഞ ചാപ്റ്റർ ആണ്. നിങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ടീച്ചർ ക്ലിയർ ചെയ്ത് തരും. ടീച്ചർ ഇന്ന് ആ ഒരു ക്ലാസ് ചാപ്റ്റർ നിങ്ങൾക്ക് ഒരു ക്ലാസ് ആയിട്ട് റിവിഷനോ ഏത് രീതിയിലാണ് ടീച്ചറിന്റേതായ രീതിയിൽ ടീച്ചർ എടുക്കും. ക്ലാസ് കേട്ടോളൂ കേട്ടാ. ഓക്കെ ഓക്കെ. Yeah, good afternoon to all. Good afternoon. എന്റെ പേര് ശരണ്യ. എന്റെ പേര് ജാസ്മിൻ. ജീനു. രണ്ട് സ്റ്റുഡന്റുകളല്ലേ? രമ്യ എന്നാണ് പേര്. എന്തോ? രമ്യ എന്നാണ്. ഹസ്ബൻഡിന്റെ പേര് അജീന. ഓക്കെ ഓക്കെ. രമ്യ ആൻഡ് ജാസ്മിൻ അല്ലേ? ഇത് ഓൾറെഡി കംപ്ലീറ്റ് ആയ ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ലെറ്റ്സ് റിവൈസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ പോകും. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. ഓക്കെ ഫസ്റ്റ് ഞാൻ ചോദിക്കട്ടെ, മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. ഹു ഈസ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്? ഹലോ ടീച്ചർ കേട്ടില്ല ക്വസ്റ്റ്യൻ. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഫ്രണ്ട് ഓഫീസിൽ. Yeah, I will explain it. Okay, medical receptionist is a person who works in a medical officer or clinic or hospital, right? Yes. Yeah, clinicilo അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസിലേക്ക് ഇരിക്കുന്ന ഫ്രണ്ട് ഓഫീസർ, അതാണ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. ഓക്കെ അല്ലേ? വാട്ട്സ് ദെയർ റോൾ? അവരുടെ റോൾ എന്താണ് അതിലെ? ഒരു ഹെൽത്ത് കെയർ ടീമിൽ അവരുടെ റോൾ എന്തായിരിക്കാം? Create friendly and welcoming. Sorry? To create a friendly or welcoming patients or customers. Very good, Jasmine. And any point, Ramya? Can you hear me, Ramya? Yes, sir. Tell me about something. Create a friendly and Sorry? Create and friendly, welcoming and well organized friend. Yeah. Also the Sorry? Nothing, sir. Nothing. Okay. They are responsible for some tasks. Okay, such as which task? Answering phones and scheduling appointments. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുക്കണം, അവരെ വിളിച്ചല്ലേ? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വിളിച്ചല്ലേ അപ്പോയിന്റ്മെന്റ് എടുക്കുന്നത്? ഇതൊക്കെ അവരുടെ ഡ്യൂട്ടീസ് ആണ്. പിന്നെന്താ, സം അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ഉണ്ട്. കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ഉണ്ട്. ഓക്കെ Okay, these are their duties. Which are they? Hello? It's a question clear alla. Hello? Question clear alla, teacher. What's their roles? അവരുടെ മെഡിക്കൽ റിസപ്ഷനിസ്റ്റിന്റെ റോൾ എന്താണെന്ന് ഓൾറെഡി ഐ സെറ്റ്. അവർ ആൻസറിങ് ഫോൺസ്, ഫോൺസിലേക്ക് ആൻസർ ചെയ്യുന്നത് അവരാണ്. പിന്നെ എന്താണ്? ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്ന അവരാണ്. പിന്നെ ദേ ഹാവ് സം അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ്, അവർക്ക് കുറച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് കൂടി ഉണ്ട്. റൈറ്റ്? Yes, teacher. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
ഇല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് ക്ലിയർ ഇല്ല, ഡൗട്ട് ഇല്ല. ക്ലിയർ അല്ലേ? അതെ. Okay, next we are going to discuss about the function of front office. Why do we see the importance of professionally trained hospital front office executives? The professionally trained ആയ hospital front office executives importance എന്താണ്? നമ്മൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അവർ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിരിക്കണം. They must be professionally trained. Why? Jinu, please tell me. Sorry, Ramya. Hello? Please tell me. നമ്മൾ എന്തുകൊണ്ട് അവർ പ്രൊഫഷണലി അവർ ട്രെയിൻഡ് ആയിരിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഓൾറെഡി കംപ്ലീറ്റ് ചാപ്റ്റർ അല്ലേ? ഓക്കെ. Hello? Experienced in handling the patients or customers. Very good. നമ്മള് ഹോസ്പിറ്റലിൽ എപ്പോഴാണ് പോകുന്നത്? when do we go to hospital? If you have any emergency situation, അല്ലേ? എമർജൻസി സിറ്റുവേഷൻസ് ഓർ അൺവെൽ ആണെങ്കിലാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്, റൈറ്റ്? സോ ആ ടൈംസ് നമ്മൾ കൂൾ ആൻഡ് കാം ആയിരിക്കോ? ആയിരിക്കോ? അല്ല. We might be impatient. നമ്മൾ impatient ആയിരിക്കാം, anxious ആയിരിക്കാം, curious ആയിരിക്കാം. So that time only those people, professionally trained people, can solve their questions. Yeah, very good. Here comes the importance of professionally trained hospital front office executives, right? Yes. They can only solve that, manage those kind of people. How? Professionalism, by using their professionalism, sympathy and empathy. ഒരു പ്രൊഫഷണലി ട്രെയിൻഡ് ആയ ഒരാൾക്ക് മാത്രമേ ഈ ഇങ്ങനെയുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ എങ്ങനെ ഒന്ന് കാമാക്കാനും കൂളാക്കാനും ആ സിറ്റുവേഷനിൽ ഒന്ന് കൂളാക്കാനായിട്ട് അങ്ങനെയുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ. രമ്യ, ക്ലിയർ അല്ലേ? Any doubts? No. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കടന്നാലോ? എന്നാല് ഓക്കെ. നമ്മൾ ഈ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സ് എന്ന് പറഞ്ഞല്ലോ. നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ ആരായിരിക്കാം? നമുക്കൊരു ഡോക്ടറെ കാണണം, ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പൊ നമുക്ക് ഡയറക്ട്ലി നേരെ ചെന്ന് അവിടെ ചെല്ലാൻ പറ്റും? ഡോക്ടറിനെ മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ് സം റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് അല്ലേ? ഒരു പെർട്ടിക്കുലർ പ്രോട്ടോകോൾ ഉണ്ട് അവിടെ, നമ്മളത് പാലിക്കണം അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന പേഴ്സൺ ആരാണ്? ഫസ്റ്റ് പേഴ്സൺ റിസപ്ഷനിസ്റ്റ് ആയിരിക്കാം. ഈ റിസപ്ഷനിസ്റ്റ് ആണ് എന്നത് നമ്മുടെ പേഷ്യൻസിനെയും അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? സെൻട്രൽ പോയിന്റ്. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. കണക്ട് ചെയ്യണ ലിങ്ക് ആരാണ്? ലിങ്ക് ആയിട്ട് പ്ലേ ചെയ്യണ ആരാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ് ആ ലിങ്ക് ആയിട്ട് അവിടെ പ്ലേ ചെയ്യണത്. ഓക്കെ. So they carry an important role. ഈ ഓർഗനൈസേഷനിൽ ഒരു മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് റോൾ അവർ ക്യാരി ചെയ്യുന്നുണ്ട്. Got it? Yes. ഇവിടുത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഇന്നലെ സംസാരിച്ചത് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചായിരുന്നു, റിസപ്ഷനിസ്റ്റിനെ കുറിച്ചായിരുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സോറി. No doubt. ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കടന്നാലോ? Okay. Next topic, customer. What do you mean by customer, Jasmine? What do you mean by customer? They are individuals who come to the hospital for help to solve their issues like TB. Ramya, who is a customer? Visit.
A customer is a person, okay, who purchase product or services from the business or organization. ഒരു ഓർഗനൈസേഷനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്നോ പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഗുഡ്സ് ഇറ്റ് മൈറ്റ് ബി ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ എന്താവാം സർവീസസ് ആവാം, സേവനങ്ങളാവാം. ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു ഹൗസ് ഹോൾഡ് ആയിരിക്കും. ഇവരെയാണ് കസ്റ്റമർ എന്ന് പറയുന്നത്. Got it? Yes, teacher. Who is customer? Yeah. Purchaser. ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുന്ന പേഴ്സൺ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആയിട്ട് മൈറ്റ് ഇൻഡിവിജ്വൽ ആയിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഹൗസ് ഹോൾഡ് ആയിരിക്കാം. ഇവരാണ് നമ്മൾ കസ്റ്റമർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? Okay. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വേർഡ് എവിടെ നിന്നായിരിക്കും ഡിറൈവ് ചെയ്തിരിക്കണേ? സോറി, കസ്റ്റം, വിച്ച് മീൻസ് Habit. ഈ വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? കസ്റ്റം, വിച്ച് മീൻസ് ഹാബിറ്റ്. ഓക്കെ, നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ്, ഇഫ് എ പേഴ്സൺ ഗോയിങ് ടു ബൈ സംതിങ് ഓർ പ്രോഡക്റ്റ് ഓർ വാട്ട് എവർ ഇറ്റ്സ്, ഓക്കെ, ഫ്രം എ പെർട്ടിക്കുലർ ഷോപ്പ്, ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ ഷോപ്പിൽ നിന്നും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് അയാൾ പർച്ചേസ് ചെയ്യണം. ഓക്കെ, അപ്പോ there is a chance to increase the relationship between the customer and the seller. നമ്മളൊരു സ്ഥലത്ത് നിന്ന് നമ്മളൊരു കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റ്, സപ്പോസ് ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മളത് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരം പോകും, നമ്മൾ ഒരാളെ മീറ്റ് ചെയ്യുന്നു, അപ്പൊ നമുക്കൊരു റിലേഷൻഷിപ്പ് അവിടെ ഒരു ഇൻക്രീസ് ചെയ്യല്ലേ, ഒരു ബിൽഡ് ചെയ്യല്ലേ? അതെ, അപ്പൊ അങ്ങനെ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഇതിലൂടെ ബിൽഡ് ചെയ്യുന്നുണ്ട് അവിടെ. ഓക്കെ അല്ലേ? Okay. And let me ask, why should the customer buy a product? എന്തിനായിരിക്കും ഒരു പ്രോഡക്റ്റ് അവർ ബൈ ചെയ്യുന്നത്? സർവീസ്, ഇറ്റ് മൈ ബി സർവീസ്, സർവീസ് ആയിക്കോട്ടെ, പ്രോഡക്റ്റ് ആയിക്കോട്ടെ, എന്തുകൊണ്ടായിരിക്കാം, എന്തിനു വേണ്ടിയായിരിക്കും? രമ്യ, please try to say. Ranya, can you hear me? Don't need to worry, just try. Question ഒന്നുമില്ല. Sorry? Question ഒന്നുമില്ല, പറയാം. ഓക്കെ, നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. എന്തുകൊണ്ടായിരിക്കും നമ്മൾ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം? എന്തിനു വേണ്ടിയായിരിക്കാം? പ്രോഡക്റ്റ് തന്നെ ഒരു സർവീസ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമായ പ്രോഡക്റ്റ് ആണ്. നമുക്കൊരു സ്പെസിഫിക് ഗോൾസ് ഉണ്ടായിരിക്കാം. ആ ഗോൾസ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി ആയിരിക്കും അല്ലേ? നമുക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും, ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ പ്രോഡക്റ്റ് വേണം, അല്ലെങ്കിൽ ഈ സർവീസ് അതിന് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സർവീസ് പർച്ചേസ് ചെയ്യുന്നത്. ഡിഫറെന്റ് നീഡ്സ്. Customer satisfaction. വെരി ഗുഡ്. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ? Yes, teacher. Got it? Yes. Then ഞാൻ ചോദിക്കട്ടെ, let me ask, നമ്മളിപ്പോ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണം. Okay, we are going to some product, purchase some product. Then what are the factors which will influence you? നിങ്ങൾ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട്? Advertising. Advertising. അവൈലബിലിറ്റി. വെരി ഗുഡ്. Then നമുക്ക് ലഭ്യമാകണം അല്ലേ? നമ്മളിപ്പോ വാങ്ങിക്കുന്ന സാധനം നമുക്ക് ലഭ്യമായാൽ മാത്രമല്ല, നമുക്കത് അവൈലബിൾ ആയിരിക്കണം അല്ലേ? Yes, teacher. Then Jasmine. Yes, teacher. Tell me. Marketing or other communications like newspapers. അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് നമ്മൾ വാങ്ങിക്കും അല്ലെങ്കിൽ സർവീസ് ചെയ്യും അല്ലേ? നമ്മളിപ്പോ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോണൊക്കെയാണ് അല്ലെ? ഓൺലൈൻ പർച്ചേസ് ഇപ്പൊ നമുക്ക് ഇൻക്രീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് കണ്ടിട്ടായിരിക്കാം? നമ്മൾ റിവ്യൂസ് ആൻഡ് റെക്കമെൻഡേഷൻസ് കണ്ടിട്ട് നമ്മൾ വാങ്ങിക്കും അല്ലേ? പ്രൈസ് മെയിൻ ഫാക്ടർ ആണ് അല്ലേ? So customer expectations are influenced by cultural values, advertising, marketing, and other communications. Right? Yes, teacher. Okay, Andre. Yes, teacher. Any doubt? No.
Ramya, any doubt? No, miss. Okay. Then we are going to discuss about customer service. Okay. Customer service also known as what? Client service. Client service. Very good. Customer service also known as client service. What is customer service? Tell me, Jasmine. Providing service to customers for their purchase. Hmm. Providing Okay, Jasmine. Very good. Ramya? It's a provision service to customer before, during, and after purchase. Yeah. Before, during, and after purchase. Okay. Okay. Customer service refers to assist and support the purchase of the customer. Okay. Customer ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്തും ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഈ ടൈമിലെല്ലാം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് കസ്റ്റമർ സർവീസ്. ഓക്കെ. Okay. Got it? Yes, teacher. Yeah, customer service are also known as Client service. Yeah, very good. Now back to the medical field. Okay, who will be the first person that provide customer service? Who will be the first person that provide customer service? Medical receptionist. Yeah, very good. Who will be the first person? Medical receptionist, right? Yes. Okay. Any doubt? We just completed that topic. No doubt. Ramya? No. Okay, let's move to the next topic, that is CRM. It stands for CRM. Do you know? Customer relationship management. Customer Relationship Management. Right. It's a software. It's a software for managing relationship with customers. It's a software ആണ് അല്ലേ? കസ്റ്റമേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് എന്തെന്ന് CRM, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, റൈറ്റ്? Yes. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റിലെ CRM എന്റെ ഡ്യൂട്ടീസ് എന്തായിരിക്കാം? വാട്ട്സ് ദെയർ റോൾ ഇൻ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ്? ഐ മീൻ മെഡിക്കൽ റിസപ്ഷനിസ്റ്റ്. Complete database on patient and the record securely. Yeah. and should not be accessed by third parties. എന്തായിരിക്കും അവരുടെ ഡ്യൂട്ടീസ്? Record. തേർഡ് പേഴ്സണ് ആക്സസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ റെക്കോർഡ്സ്, അവിടെ ഹോസ്പിറ്റൽ എന്തായിരിക്കാം? പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കണം അല്ലെ? ആ റെക്കോർഡ്സിന് തേർഡ് പാർട്ടീസിന് ആക്സസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ സെക്യൂർഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യാം അല്ലെ? Yes. അതാണ് ഹെൽത്ത് കെയറിലെ CRMന്റെ ഡ്യൂട്ടീസ്. അത് ഓൾറെഡി പറഞ്ഞു, ഇതൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ? Yes. Yes. ഓക്കെ. അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെയാണ് അവൈലബിൾ ആവണം? നമുക്കൊരു ഇൻഫർമേഷൻ വേണം. നമുക്ക് ഏത് സോഴ്സ് ഒക്കെ അതിനു വേണ്ടി യൂസ് ചെയ്യാം? ഏതൊക്കെ മീഡിയം യൂസ് ചെയ്യാം അതിനു വേണ്ടി? Phone calls or email. ഫോൺ കോൾസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ Email. ടെക്സ്റ്റ് ചെയ്യാം അല്ലെ? മെസ്സേജ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ഉണ്ട് ഇപ്പൊ അല്ലെ? ഈ സോഴ്സസിലൂടെ എല്ലാം നമുക്ക് ഇൻഫർമേഷൻ റിക്വയർഡ് ചെയ്യാം. And most important things like from anywhere at any time, right? Anytime and anywhere. എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം അല്ലേ? Yes. Got it? Yes. Yes, teacher. Then tell me, what is healthcare CRM? That means customer relationship management in healthcare. Healthcare customer relationship management duties enthanu? We already discussed about that. That database on the patients that record securely and cannot be accessed by third party. Yeah, very good. Third parties ne access ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ഡാറ്റാസിനൊക്കെ റെക്കോർഡ് ചെയ്യുക. Got it? അത് നമുക്ക് ഇമെയിലിലൂടെ ആകാം. നമുക്കിപ്പോ വേണമെങ്കിൽ എവിടെ നിന്നും ഏത് സമയത്തും നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇമെയിലിലൂടെ അല്ലെങ്കിൽ ഫോണിലൂടെ അല്ലെങ്കിൽ മെസ്സേജിലൂടെ ഒക്കെ നമുക്കിത് ആക്സസ് ചെയ്യാവുന്നതാണ് അല്ലേ?
Test. അപ്പോ അവര് ഹെൽത്ത് കെയർ പേഷ്യൻസിന്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമായിരിക്കും സ്റ്റോർ ചെയ്യണത്. Allah. Then Medical appointments. very good. Again, Prescriptions. sorry, Ramya. Medical history, appointments, and prescriptions. Yeah. Then not only gives patient's contact, but also gives their medical history, appointments, and prescriptions. Got it? Yes. നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ നിങ്ങൾ നോക്കാം. ഓക്കെ, what will be the advantages of CR? Are you ready? Yes. Yes. നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ എന്തൊക്കെയായിരിക്കും അഡ്വാൻറ്റേജസ് ഉണ്ടാവണം ഇതുകൊണ്ടുള്ളത്. They can do all the tasks in relation with managing the portfolio. Then, Multi-department collaboration. what is multi-department collaboration, Jamia? What do you mean by multi-department collaboration? Hospital or private practice has many departments that must work in agreement to provide the best patient experience. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് ആയിക്കോട്ടെ, there were many department, right? They have many, അവർക്ക് കുറെ അധികം ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് അല്ലേ? ആ ഡിപ്പാർട്ട്മെന്റ്സിനെ എല്ലാം എങ്ങനെ ചെയ്യണം? കൊളാബ് ചെയ്തിട്ട് ഒരുമിച്ച് കൊണ്ടുവരണം അല്ലേ? മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ. ഗോട്ട് ഇറ്റ്? Yes. Yes. Okay. Then next, what will be next advantage? It can also collect and organize reports that will be beneficial as a healthcare organization. Then These reports can be regarding patient requests or complaints, referrals, or internal issues like medical equipment manufacturing. I collect ഈ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ അവർ കളക്ട് ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്യും. ഓക്കെ, ഇറ്റ് മൈറ്റ് ബി എങ്ങനെയൊക്കെയാ? പേഷ്യന്റ് റിക്വസ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ കംപ്ലൈൻസ് ആയിരിക്കാം, റെഫറൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇന്റേണൽ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ആയിരിക്കാം? മെഡിക്കൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിങ് ആയിരിക്കാം. ഓക്കെ, ഗോട്ട് ഇറ്റ്? Yes. Then what's next? Jasmine, tell me. Yeah, they can save time and resources. How they can save time? Like each doctor, nurse at the hospital. Yeah. How they can save time? They can automate their calendars with the software. അപ്പോൾ ഓൾറെഡി ഒരു ഡാറ്റാസ് അവൈലബിൾ ആയതുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു കലണ്ടർ അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയും അല്ലേ? റൈറ്റ്? Yes. Yes. Then next, Reduce error in medical bills. മെഡിക്കൽ ബിൽസിലെ ഇറേഴ്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ കഴിയും. Then Improve communication. how? Email automation or SMS makes sure that timely response are sent to patient inbox after the action in some way. Yeah, very good. എങ്ങനെയാണ്? നമുക്ക് ഇൻഫോർമേഷൻ ടെക്സ്റ്റിലൂടെ മെസ്സേജ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ? Yes. നമുക്ക് അവരായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും സാധിക്കും. റൈറ്റ്? Yes. Then next, what's next advantage? Jasmine? Software will allow the patients based on their health issue, location, age, and gender. Yeah. എന്താണ് ഈ CRM എന്ത് ചെയ്യും? ഈ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും? നമ്മുടെ ഡാറ്റാസിലേക്ക് ഒരു സെഗ്മെന്റ് ആക്കി. എന്തിന്റെ ബേസിലാണ് സെഗ്മെന്റ് ആക്കി? അക്കോർഡിംഗ് ടു ദയർ ഹെൽത്ത് ഇഷ്യൂ, ലൊക്കേഷൻ, ഏജ്, ജെൻഡർ, ഈ ഫാക്ടേഴ്സിന്റെ ഒക്കെ ബേസിൽ അവരെന്ത് ചെയ്യും? സെഗ്മെന്റ് ആക്കി അവർ ഡിവൈഡ് ചെയ്ത് വെക്കും. ഓക്കെ, Yes. then Also connects front office and back office functions. ഇതെന്തായിട്ട് വർക്ക് ചെയ്യുന്നു? CRM helps to
connect front office and back office functions. ആ ഫംഗ്ഷനൊക്കെ ഫ്രണ്ട് ഓഫീസിനെയും ബാക്ക് ഓഫീസ് ഫംഗ്ഷനൊക്കെ കണക്ട് ചെയ്യാനായിട്ട് CRM ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? Yes. Okay, teacher. ഇവിടെ ഒരു ഇത് കാണാം, സോഫ്റ്റ്വെയർ സാമ്പിൾ കാണാൻ കഴിയുന്നില്ലേ? ഒരു സോഫ്റ്റ്വെയർ Yes, ma'am. സാമ്പിൾ ഉണ്ട് താഴെ. then അപ്പോയിന്റ്മെന്റ് എടുക്കണ എങ്ങനെയാണെന്നുണ്ട്, കണ്ടില്ലേ? നമ്മൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? No, teacher. നമുക്കൊന്ന് ജസ്റ്റ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ജസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്സ് 1 word ക്വസ്റ്റ്യൻ. Okay. Okay. Which department handling patients inquiry? Which department? Medical. I love Jasmine. Yes, teacher. Sorry. Teacher, what was the question? Which department handling patients inquiries? Which department? Patients in the inquiries like handle ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? Receptionist, medical. Yeah, medical receptionist. Very good. And Ramya, customer service also known as Ramya. Client service. Yeah, client service. And next for Jasmine, the term customer derived from Custom. which means Habit. habit. Okay, very good. Now tell me any one factor which influence customer expectations. By cultural values, Yeah. marketing, advertising, and other communications. Okay, Ramya. Say any one factor. ഏതെങ്കിലും ഒരു ഫാക്ടർ പറയും. We already discussed about it, right? ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്യണേ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ? Cultural values, advertising, marketing, other communication. Yeah. These are the factors which will influence when you buy a product or service. Got it? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മുടെ ഈ സെഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ 1 o'clock വരെ അല്ലേ ക്ലാസ്? അതെ. Teacher. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ഇസ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് എ വെൽ ഫങ്ഷനിങ് ഹെൽത്ത് കെയർ ടീം. ഒരു ഹെൽത്ത് കെയർ ടീമിലെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് ആരാണ്? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ് അല്ലെ? ഒരു ഇമ്പോർട്ടന്റ്, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്? ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് അല്ലെങ്കിൽ ഇൻഎവിറ്റബിൾ പാർട്ടാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? They have some task, no? എന്തൊക്കെ ടാസ്ക് ആണുള്ളത്? ഹലോ ജാസ്മിൻ, Yes, teacher. എന്തൊക്കെ ടാസ്ക് ആയിരിക്കും? മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് റെസ്പോൺസിബിൾ ഫോർ ടാസ്ക്. വിച്ച് ടാസ്ക്? They have to answering phones, right? yes answer them. Then They have to schedule. clear the, Yeah, they have to. Sorry. they have to schedule the timing of the Yeah, appointments. appointment. They're scheduling appointments. Then എന്തൊക്കെയായിരിക്കാം? രമ്യ, അവരെന്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് അവരായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യണത്, മാനേജ് ചെയ്യണത്, റൈറ്റ്? Yes. അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ഉണ്ട് അവർക്ക്.
എന്തുകൊണ്ടായിരിക്കാം മറ്റ് ഡിഫറെന്റ് ഫ്രം മറ്റ് സർവീസ് ഇൻഡസ്ട്രിയിൽ നിന്നും ഹോസ്പിറ്റൽ സർവീസ് എന്ന ഡിഫറെന്റ് ആയിട്ട് എന്തുകൊണ്ടായിരിക്കാം ഈ റിസപ്ഷനിസ്റ്റിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കാം? Or they are the face and voice of the hospital. Yeah. They play an important role in representing the organization. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഹോസ്പിറ്റലിൽ എപ്പോഴാണ് പോകുന്നത്? ഒരു എമർജൻസി സിറ്റുവേഷൻ ഉള്ളപ്പോഴാണ് പോകുന്നത്. ആ ടൈമിൽ നമ്മൾ കൂൾ ആൻഡ് കാം ആയിരിക്കില്ല അല്ലേ? വി മൈറ്റ് ബി ലൈക്ക് ഇംപേഷ്യന്റ് ആയിരിക്കാം, ആൻഷ്യസ് ആയിരിക്കാം, ദെൻ ക്യൂരിയസ് ആയിരിക്കാം അല്ലെ? അപ്പൊ ആരുടെ ഹെൽപ്പാണ് അവിടെ അത്യാവശ്യമുള്ളത്? എങ്ങനെയുള്ള ഒരാൾക്കാണ് നമ്മളെ കാമം കൂളാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മളൊന്ന് മാനേജ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെയുള്ള ഒരാൾക്കായിരിക്കാം? ഹൈലി പ്രൊഫഷണലി ട്രെയിൻഡ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സിനായിരിക്കാം അല്ലേ? Yes. Sympathy, empathy. ബൈ യൂസിങ് ദയർ പ്രൊഫഷണലിസം, അവരുടെ പ്രൊഫഷണലിസം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സിമ്പതി എമ്പതിയിലൂടെയൊക്കെ And following all the operational protocols. അവർക്ക് അവരെ മാനേജ് ചെയ്യാൻ കഴിയുന്നു. ഗോട്ട് ഇറ്റ്? Yes. Yes. പിന്നെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ഇതൊരു സെൻട്രൽ പോയിന്റ് ആയിട്ട് അല്ലെ? എന്തിന്റെയൊക്കെ സെൻട്രൽ പോയിന്റ് ആയിട്ട്, ലിങ്ക് ആയിട്ട് ബിറ്റ്വീൻ ഓർഗനൈസേഷന്റെയും പേഷ്യന്റെയും ഇടയിലുള്ള ലിങ്ക് ആയിട്ട് ആരാണ് പ്ലേ ചെയ്യണത്? Medical receptionist. മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് ആണ് അല്ലേ? Yes. That's why we are saying what they play an important role in this kind of organization. നമ്മൾ കുറച്ച് സ്പീഡ് ആണോ പറയുന്നത്? കുഴപ്പമില്ല. That is. സോറി ജാസ്മിൻ, Yes. Yes. സ്പീഡ് കൂടുതലാണോ? അല്ല. ഓക്കെ ആണോ? Okay. രമ്യ? Okay, no. ഓക്കെ. Then the next ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് Customer. Yeah. Who is a customer? What do you mean by customer? That who purchase goods and services. He might be individual ആയിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഹൗസ് ഹോൾഡ് ആയിരിക്കാം. Purchase goods and services. Right? Yes. Yes. And പിന്നെ നെക്സ്റ്റ് എന്തായിരുന്നു? അത് എവിടെന്നാ അവരുടെ ഡിറൈവ് ചെയ്തു വന്നത്? എവിടെന്നായിരുന്നു? Custom. Which means habit. Habit. Okay. Yes. Then customer needs we discussed, right? Customer needs Goods or services and customer needs achieve specific goals. ഗോൾസ് സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ ഗോൾസ് സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയണം അല്ലേ? Right? Yes. And what are the factors which will influence our expectations? Customer Cultural values, Yeah, advertising, values. marketing, and other communication. Marketing, then Other communication. advertising is there. Advertising. Yeah, advertising, marketing, and cultural values. Okay. Yes. Okay. Then next is customer service. Customer service is also known as Client service. client service. ഇപ്പൊ എന്താണ് കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? What do you mean by customer service? Series of activities and improving level of customer satisfaction. Sorry, what is customer service? It's a series of activities designed to improve the level of customer satisfaction. സാറ്റിസ്ഫാക്ഷൻസ് അല്ലെ? നമ്മൾ അസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നപ്പോഴൊക്കെ കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്യുന്നപ്പോഴൊക്കെയാണ് ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ. After. ഓക്കെ അല്ലേ? Yes. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ who will be the first person that provide customer service? Medical receptionist. Receptionist. Medical receptionist. Yeah, very good. Next we discussed about CRM. What stands for CRM? Customer relationship management.
And customer relationship management. And what is healthcare CRM? Database on the patient that's record surely and cannot be accessed by third parties. ഒരു തേർഡ് പാർട്ടീസിന് ആക്സസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ നമ്മുടെ ഡാറ്റയിലേക്ക് സെക്യൂർഡ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ് ഹെൽത്ത് കെയറിന്റെ CRM. ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ, റൈറ്റ്? Yes, ma'am. എങ്ങനെയൊക്കെ നമുക്ക് അവൈലബിൾ ആവും? ത്രൂ text, phone call, Email. email, from at any time. then phone calls, right? Yes, ma'am. From anywhere at any time. എവിടെ നിന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നമുക്കിത് അവൈലബിൾ ആണ്, അല്ലേ? Yes. അപ്പോ ഈ കോണ്ടാക്ടിന്റെ ഇൻഫർമേഷൻ, പേഷ്യൻസിന്റെ കോണ്ടാക്ട് ഇൻഫർമേഷൻ മാത്രമാണോ റെക്കോർഡ് ചെയ്യുന്നത്? Their Medical medical ചെയ്യുന്നത് appointments and prescription. മെഡിക്കൽ ഹിസ്റ്ററി, അപ്പോയിന്റ്മെന്റ്സ് ആൻഡ് prescriptions. prescriptions, right? Okay, what are the advantages of CRM? Compensated patient management software can do all tasks in relation with managing appointments. Then Jasmine, Multi-department collaboration. multi-department collaboration. Like പല ഡിപ്പാർട്ട്മെന്റ്സ് we already discussed. Then ആ ഡിപ്പാർട്ട്മെന്റ്സിനെല്ലാം കൊളാബ് ചെയ്യുന്നത്, ഒരുമിച്ച് കൊണ്ടുവരുന്നതാണ് മൾട്ടി ഡിപ്പാർട്ട്മെന്റ് കൊളാബറേഷൻ, അല്ലേ? ഇതാണ് CRM. Then next, They also collect and organize reports. കളക്ട് ചെയ്യുന്ന, അല്ലേ? Then അത് it might be എന്തൊക്കെ ആയിരിക്കാം? കംപ്ലൈന്റ്സ് ആയിരിക്കാം, റെഫറൽസ് ഓർ ഇന്റേണൽ ഇഷ്യൂസ് ലൈക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് malfunctioning, right? Yes. Then next, Save time and resources. how Each doctor ചെയ്യാൻ കഴിയുന്നത്? Each doctor and nurse at your hospital or private practice can be calendar with CRM. ഡാറ്റ യൂസ് ചെയ്തിട്ട് അവർക്ക് അവരുടെ ഒരു കലണ്ടർ സെറ്റ് ചെയ്യാൻ സാധിക്കും, അല്ലേ? അങ്ങനെ അവർക്ക് ടൈം സേവ് ചെയ്യാൻ സാധിക്കും. Then next, Reduce errors in medical bill. മെഡിക്കൽ ബിൽസിലെ എറേഴ്സ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. Then what's next advantage? Improve communication. Communication. How? Email automation or SMS make sure that timely response are sent to a patient inbox after they take action in some way. SMS-ലൂടെ, അല്ലേ? ടൈംലി നമുക്ക് റെസ്പോൺസ് കിട്ടും, അല്ലേ? Yes, ma'am. Then next, CRM software will allow you to segment your patients based on their health issues, location, age, gender. Then According to this, It also connects front office and back office back office. functions. okay, according to their location, age, gender ഒക്കെ യൂസ് ചെയ്തിട്ട് അവര് ഇതിന്റെ ബേസിൽ അവർ എന്ത് ചെയ്യുന്നു? ഒരു സെഗ്മെന്റ് ചെയ്യുന്നു, അല്ലേ? Then next, It also last connects front office and back office. ഫ്രണ്ട് ഓഫീസിനെയും ബാക്ക് ഓഫീസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ലിങ്ക് ആണ് അത് ആര്? Receptionist. The next and last advantage is it also connects front office and back office functions. ഫ്രണ്ട് ഓഫീസ് ഫംഗ്ഷനെയും ബാക്ക് ഓഫീസിനെയും ഫംഗ്ഷൻസിനെയൊക്കെ കണക്ട് ചെയ്യുന്നു, റൈറ്റ്? Yes. ക്ലിയർ അല്ലേ? Yes, ma'am. ഇനി ഇംപ്രൂവ്മെന്റ് വേണോ? ഞാൻ എടുത്ത ടീച്ചിങ് സ്റ്റൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പീഡോ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? No, ma'am. സോറി, ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. Okay. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, Okay. Thank you. താങ്ക് യു.